19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച് ജനം വിപ്ലവത്തിന്റെ പരിണത ഫലത്താൽ വീർപ്പ് മുട്ടിക്കഴിയുമ്പോൾ ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വില്യം ബൂത്ത് എന്ന മഹാനുഭാവന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഉദിച്ച നവീന ആത്മീയ വിപ്ലവത്തിന്റെ ആശയത്തിന് പിൽക്കാലത്ത് ഇങ്ങനെ പേരായി രക്ഷാ സൈന്യം അല്ലെങ്കിൽ സാൽവേഷൻ ആർമി. അദ്ദേഹം സാൽവേഷൻ ആർമിക്ക് രൂപം കൊടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു: സോപ്പ്, സൂപ്പ്, സാൽവേഷൻ. തെരുവിലൊരുവനെ കണ്ടാൽ അവനെ കൊണ്ടുവന്ന് സോപ്പ് കൊണ്ട് കുളിപ്പിച്ച് വൃത്തിയാക്കുക, പിന്നീട് അവന് ആഹാരം കൊടുക്കുക, സൂപ്പ് കൊടുക്കുക. അതിനുശേഷം മാത്രമേ രക്ഷയുടെ വചനത്തെക്കുറിച്ച് അവന്റെ ഉള്ളിലേക്ക് പറഞ്ഞു കൊടുക്കാവുള്ളൂ എന്ന് പഠിപ്പിച്ചു. എങ്കിലും അതിനപ്പുറമായ ഒരു ആത്മീയ അർത്ഥം കൂടെ അതിനകത്തുണ്ട്. സോപ്പ് ദേഹത്തിനും സൂപ്പ് ദേഹിക്കും, രക്ഷ ആത്മാവിനും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ദേഹത്തിനും ദേഹിക്കും സോപ്പും സൂപ്പും കൊണ്ട് തൃപ്തിപ്പെടാമായിരിക്കാം, പക്ഷേ ആത്മാവിന് സോപ്പും സൂപ്പും കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയത്തില്ല. ആത്മാവിന് രക്ഷ കൊണ്ട് മാത്രമേ തൃപ്തിപ്പെടാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ വില്യം ബൂത്ത് രക്ഷാ സൈന്യത്തിന് സമ്മാനിച്ച അനുഗ്രഹിക്കപ്പെട്ട ആപ്തവാക്യമാണ് സോപ്പ്, സൂപ്പ്, സാൽവേഷൻ.